ഹായ് ഡിയേഴ്സ്, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഒരു നെക്ക് പീസ് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും അതല്ല, നിങ്ങൾ ജ്വല്ലറി മേക്കിംഗ്, ഹെയർ ബോ മേക്കിംഗ് ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ഇങ്ങനെ റെഗുലറായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ നമ്മൾ ക്യാപ്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിട്ട് നമ്മൾ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ദയവ് ഇത് നിങ്ങൾ കോൾ ചെയ്യരുത്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക മെറ്റീരിയൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ കാറ്റലോഗ് ഷെയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഈ ഒരു ആക്സസറിയിൽ മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഗിയർ വയർ യൂസ് ചെയ്തിട്ടാണ്. മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഷൈനിങ് ടൈപ്പിൽ വരുന്ന ഗ്ലാസ് ബീഡും അതേപോലെ തന്നെ ഗ്ലാസ് എഫക്റ്റിൽ വരുന്ന 3D കട്ടിങ് ഉള്ള ഒരു ബീഡും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോക്ക് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എൻഡിൽ നമ്മൾ ജംറിങ്ങും അതുപോലെ തന്നെ ഒരു ലോബ്സ്റ്റർ ലോക്കും യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് പീസാണിത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് നമുക്ക് ജ്വല്ലറി മേക്കിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഐറ്റംസാണ് കട്ടറും പ്ലെയറും നമ്മൾ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗിയർ വയർ, ഒരു സിൽവർ ഷെയ്ഡിലുള്ള ഗിയർ വയർ നമ്മൾ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു വലിയ ടൈപ്പിൽ വരുന്ന ഒരു ഷൈനിങ് ഗ്ലാസ് ബീഡ് എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ബീഡ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, വാട്സപ്പിൽ. നെക്സ്റ്റ് ഈ ഒരു 3D എഫക്റ്റിൽ വരുന്ന ഗ്ലാസ് എഫക്റ്റ് വരുന്ന ബീഡ്സ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെയിനിൻ്റെ ലോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജംറിങ്ങും അതുപോലെ തന്നെ ലോബ്സ്റ്റർ ലോക്കുമാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു ബീഡ്സ് എല്ലാം നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ലോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സിൽവർ കളറിൽ വരുന്ന ലോക്ക് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു നെക്ക് പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കണ്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്താലാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കുള്ളൂ. ലോക്ക് ബീഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലോക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് എന്താ ചെയ്യുന്നത്, നമ്മൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എത്രമാത്രം നമുക്ക് നെക്ക് പീസ് ചെയ്യുമ്പോൾ ലെങ്ത്ത് എടുക്കാം, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ വലിപ്പം എടുക്കുക എന്നുള്ളതൊക്കെ. അതൊക്കെ നമ്മുടെ കസ്റ്റമറുടെ എന്താ പറയുക, അവരോട് നമ്മൾ ചോദിക്കണം എത്രമാത്രം നിങ്ങൾക്ക് ആ ഒരു നെക്ക് പീസിന് ഇറക്കം വേണം എന്നുള്ളത് ചോദിച്ചതിന് ശേഷം അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ലെങ്ത്തും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റിൻ്റെ റിസ്റ്റിൻ്റെ സൈസ് അയച്ചു തരാനായിട്ട് പറയുക. അതിന് ശേഷം ആ ഒരു ലെങ്ത്തൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മാലയ്ക്ക് ഈ ഒരു സെയിം അളവിൽ തന്നെയാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 57-58 ആ ഒരു സെൻറ്റിമീറ്ററിലാണ് ഈ ഒരു ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പർ പോർഷനിൽ നമ്മൾ ആ ഒരു ലോക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ഭാഗം എന്താ പറയുക, ഇതായി പോവും, കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഇതുപോലെ ഇവിടെയാണ് ലോക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെയാണ് ഈ ഒരു വലിയ ടൈപ്പ് ബീഡ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ 2 ബീഡ്സുമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്തെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമുക്ക് ലോക്ക് ബീഡ് എടുക്കാം. ആദ്യം ഒരു ലോക്ക് ബീഡ് ഇടാം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു 3D ബോൾ ഇടാം. നെക്സ്റ്റ് നമ്മൾ ഒരു ഫ്ലവർ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഈ ഒരു സെയിം ബീഡ് എടുക്കുക. അതിന് ശേഷം എന്താ പറയുക, ഈ ഒരു ലോക്ക് ബീഡ് ഇടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സൈഡിൽ. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഈ സൈഡിൽ തന്നെ കൊടുക്കാം. അതായത് ഒരു ലോക്ക് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ലോക്ക് ബീഡ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു 3D ബോൾ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ആ ഒരു സെയിം കളറിൽ വരുന്ന ആ ഒരു ഗ്ലാസ് എഫക്റ്റ്, നെക്സ്റ്റ് 3D ബോൾ,
നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലോക്ക് ബീഡ് എപ്പോഴും ഇങ്ങനെ തെറിച്ച് പോകും. അപ്പോൾ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക ലോക്ക് ബീഡിനെ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ 2 സൈഡിൽ, ഇതിപ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്ത ബീഡ്സ് നമ്മൾ 2 സൈഡിലുമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോക്ക് ബീഡ് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു 3D ബോൾ, അതിനുശേഷം ഏതെങ്കിലും ഒരു കളറ് ഫ്ലവർ ബീഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സെയിം 3D ബോൾ. വിഷുവിൻ്റെ തിരക്കായതുകൊണ്ട് വീഡിയോയിൽ സൗണ്ട് ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നെക്സ്റ്റ് ഒരു ലോക്ക് ബീഡ് തന്നെ. അതിനുശേഷം വീണ്ടും ഒരു ലോക്ക് ബീഡ്. ഞാനീ പറയുന്ന സെയിം പാറ്റേൺ. നെക്സ്റ്റ് വേറൊരു കളറിലുള്ള ഫ്ലവർ ബീഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനീ കൊടുക്കുന്ന സെയിം ബീഡ്സ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ബീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ബീഡ്സ് നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് ഇതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും, അതായത് ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ ബീഡ്സ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ലോക്ക് ബീഡും ബാക്കിയുള്ള ബീഡ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു 2 ലൈന് ഇതുപോലെ ഈ ഒരു 2 ഗിയർ വയറും ഒരുമിച്ച് പിടിച്ചതിന് ശേഷം ഒരു ലോക്ക് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഒരു ലോക്ക് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബിഗ് സൈസിൽ വരുന്ന ഈ ഒരു 3D ബോൾ ഉണ്ടല്ലോ, അത് ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോസ്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ലോക്ക് ബീഡും കൂടെ എന്ത് ചെയ്യുക, ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഗിയർ വയറും ഒരുമിച്ച് വെച്ചതിന് ശേഷം ആഡ് ചെയ്യുക. അതിനുശേഷം സിംഗിളായിട്ട് എടുത്തിട്ട് അതിൻ്റെ 2 ലൈനിലും ഇതുപോലെ ഓരോ ഗിയർ വയർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 2 ബോൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഓരോ ഗിയർ ലോക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ലോക്ക് ബീഡ്. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബീഡ്സ് കോർത്തെടുത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ലോക്ക് ബീഡ് ഉണ്ടല്ലോ, ഇതുപോലെ നിൽക്കുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ ഗിയർ വയർ ഇതുപോലെ ഷേപ്പില്ലാതെ നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു ഗിയർ ലോക്കിനെ, ഈ ഒരു ലോക്ക് ബീഡിനെ ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലോക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമ്മൾ എന്ത് ചെയ്യുക, ലോക്ക് ബീഡ് ലോക്ക് ചെയ്ത് കൊടുക്കുക. 2 എൻഡിലുമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എൻഡിൽ ചെയ്യുമ്പോഴാണ് ആ ബീഡ്സ് പോവാതെ അവിടെ തന്നെ നിൽക്കുള്ളൂ. എക്സ്ട്രാ ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഗിയർ വയർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഈ 2 ബീഡ്സും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ വെച്ചിട്ട് ഈ 2 ബീഡ്സും ഇതിൻ്റെ അറ്റത്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. സെയിം ബീഡ്സ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബീഡ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏത് ബീഡാണോ അവൈലബിൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം ഇപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ നമുക്ക് ഒരു സൈഡ് ഇതുപോലെ ലെങ്ത്ത് കൂടിയും ഒരു സൈഡ് ലെങ്ത്ത് കുറഞ്ഞും മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ വെച്ചതിന് ശേഷം ഈ ഒരു 2 ലോക്ക് ബീഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ വെക്കുക. ഒരു സൈഡ് ലെങ്ത്ത് കൂടിയും ഒരു സൈഡ് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞും വെക്കുക. അതിനുശേഷം ഈ ഒരു
ബീഡ് എവിടെ വരണം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കാം. നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ വെച്ച് നമുക്കത് ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റ് ഞാൻ വെക്കുന്ന അതേ പൊസിഷനിൽ നിങ്ങൾ വെക്കണം എന്നില്ല. നിങ്ങൾക്ക് എവിടെയാണോ ഇത് കറക്റ്റായിട്ട് വേണ്ടതെന്ന് തോന്നുന്നത് അവിടെ വെച്ച് നിങ്ങൾക്കതൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. ലോക്ക് ബീഡ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത്, ഇനി പ്ലെയർ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ബീഡ് ഇതുപോലെ ഇറക്കി കൊടുക്കുക. അതിനുശേഷം ഈ വലിയ ബീഡ് വരും. അതിനുശേഷം ഒരു ചെറിയ ബീഡും പിന്നെ അതും നമ്മൾ ലോക്ക് ചെയ്യാനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ബീഡും ഉണ്ടാവും. വീഡിയോ കറക്റ്റായിട്ട് കാണാം, അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് മേക്കിംഗ് വീഡിയോ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ? അതിനുശേഷം നമ്മളിതുപോലെ 2 സൈഡിലോട്ടായിട്ട് ബീഡ്സിനെ മാറ്റുക. നമ്മളിത് ഇതുപോലെ 2 സൈഡിലോട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം എവിടെയൊക്കെ വെച്ചിട്ടാണോ നമുക്കത് ലോക്ക് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് നമുക്കതൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് വെക്കുക. അതിനുശേഷം ഈ ബീഡ്സ് എവിടെയൊക്കെയാണ് നമുക്ക് വരേണ്ടത് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോക്ക് ബീഡ്സ് കറക്റ്റായിട്ട് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 1 ഇഞ്ചിൽ കുറവ് അല്ലെങ്കിൽ 1 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 സൈഡിലും, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 1 ഇഞ്ച് വെക്കുക. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 1 ഇഞ്ച് വെച്ചാൽ മതി, അതിലും കുറവ് വെച്ചാലും വലിയ പ്രശ്നമില്ല. അതിനുശേഷം 2 സൈഡും നമുക്കതൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. ഓക്കെ, കറക്റ്റായിട്ട് 2 സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ നമ്മൾ ലോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആ ഒരു മാലയ്ക്ക് ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതും ഇവിടെയും 1 ഇഞ്ച് ഇവിടെയും 1 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ലോക്ക് ചെയ്തെടുക്കുക. രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കറക്റ്റായിട്ട് നോക്കി പ്രസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് അത് ലോക്കായിട്ടുണ്ടാവണം അവിടെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് അടുത്ത ലോക്കിംഗ് എന്ന് പറയുന്നത് പ്രശ്നമില്ലാത്ത ലോക്കിംഗ് ആണ്. കാരണം ഈ ബീഡ് എവിടെയാണോ എൻഡ് ആവുന്നത് അവിടെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഹോള് വലിപ്പമുള്ള ബീഡ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ വലിപ്പമുള്ള ലോക്ക് ബീഡ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ ലോക്ക് ബീഡ്സ് കാണാൻ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ വലിയ ബീഡ്സൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം വേറെ സീഡ് ബീഡൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മാലയുടെ ഭംഗി പോവും. ഓക്കെ, ഇതിൻ്റെ ഒപ്പം ഇപ്പോൾ ഇവിടെ വേറൊരു കളർ വൈറ്റ് കളർ ബീഡ് വരുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അടുത്തതും ഇതുപോലെ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 1 ഇഞ്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാ ബീഡ്സും ഇതുപോലെ തന്നെ ലോക്ക് ചെയ്തെടുക്കാം. അതായത് ഇവിടുന്ന് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 1 ഇഞ്ച് ഡിസ്റ്റൻസ് വെക്കുക. എന്നിട്ട് ഈ ഒരു ലോക്ക് ബീഡ് ഉണ്ടല്ലോ അത് ലോക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1 ഇഞ്ച് കേട്ടോ. നിങ്ങൾ കറക്റ്റ് സ്കെയിൽ വെച്ച് അളന്ന് ചെയ്യണമെന്നില്ല, പക്ഷെ എന്നാലും കറക്റ്റായിരിക്കണം. അതിനുശേഷം അടുത്ത ബീഡും നമുക്ക് ഇതുപോലെ ഇവിടെ ലോക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഇവിടുന്ന് ഇനി അടുത്തതും ഇതുപോലെ, അതായത് ഇവിടുന്ന് 1 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലോക്ക് ബീഡ് ലോക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരളവ് നമുക്ക് കണ്ടാൽ അറിയും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ ബീഡ്സിൻ്റെയും ഡിസ്റ്റൻസ് സെയിം ആയിക്കോളണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സെയിം 1 ഇഞ്ച് തന്നെ എടുക്കണം എന്നല്ല പറയുന്നത്. ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കണം നിങ്ങൾ എത്ര എടുത്താലും. ഇതുപോലെ നമ്മൾ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഇപ്പുറത്തെ സൈഡും ലോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ബീഡ്സ് എല്ലാം നമുക്ക് വേണ്ട ലെങ്ത്തിൽ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതുപോലെ വരുന്ന, ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈക്വലായി വരുന്ന രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിന് ലോക്ക് കൊടുക്കാൻ പോകണം, അതായത് കൊളുത്തിട്ട് കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കൊളുത്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. തൊട്ടത് പോവും. നമുക്ക് വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കൊളുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ജംപ് റിങ് എടുത്തിട്ട് ആ ഒരു ജംപ് റിങ്ങിൽ
ഈ ജംറിങ്ങൊക്കെ ഓപ്പൺ ചെയ്യാനൊക്കെ നല്ല ടൂൾസ് അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ടൂൾ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. ഒരു പ്ലെയർ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പ്രസ് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഗിയർ വയർ ഇതിൻ്റെ ഇടയിൽ കൂടെ അകന്ന് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോക്ക് ബീഡ് എടുക്കുക. ഓക്കെ, ഒരു ലോക്ക് ബീഡ് എടുത്തിട്ട് ഇതുപോലെ ആദ്യം ഈ ഒരു വയറിലോട്ട് ലോക്ക് ബീഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ലോബ്സ്റ്റർ ലോക്ക് കോർത്തെടുത്തിട്ടുള്ള ജംറിങ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എത്രമാത്രം ലെങ്ത്ത് വേണമെന്നുള്ളത് കറക്റ്റ് നോക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ലോക്ക് ബീഡ് ഇതുപോലെ ആഡ് ചെയ്തെടുക്കുക. എന്നിട്ട് 1 or 2 ലോക്ക് ബീഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ലോക്ക് ബീഡാണ് ആഡ് ചെയ്യുന്നുള്ളൂ. കറക്റ്റായിട്ട് വലിച്ചു കൊടുത്തതിന് ശേഷം ഇത് കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലോക്ക് ബീഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ജംറിങ് ഉണ്ടല്ലോ, ജംറിങ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ 2 സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ, ലോക്കിങ് ഒരുപോലെ വരുന്ന രീതിയിൽ നമ്മൾ എവിടെയാണോ വരേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. ഇതുപോലെ വെച്ച് കറക്റ്റ് പൊസിഷൻ എവിടെയാണെന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അത് എവിടെ ആയിരിക്കണം ആ ഒരു ലോക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് വരേണ്ടതെന്നുള്ളത്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ജംറിങ് ഈ ഒരു ലൂപ്പിൻ്റെ പോർഷനിൽ ഇട്ടതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്തതുപോലെ തന്നെ ലോക്ക് ബീഡ് വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്രസ് ചെയ്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഈ ഒരു ചെയിന് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ടൈപ്പിൽ വരുന്ന ചെയിൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഹെയർ ബോ മേക്കിങ്ങിൻ്റെയൊക്കെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു.